അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മ, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉമ്മയുടെ സ്ഥാനത്തല്ല കാണുന്നത്. എനിക്ക് നിങ്ങളൊരു ഉമ്മയാണെന്ന് തോന്നുന്നില്ല. അതായത് നിങ്ങളുടെ സൗന്ദര്യവും ചെറുപ്പവും എന്നെ വല്ലാതെ ആകർഷിക്കുകയാണ്. ഒന്ന് പോ മോനെ സിനാൻ, എന്തൊക്കെയാ പറയുന്നത്? എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ആഗ്രഹിച്ചത്. അപ്പം പിന്നെ അത് വേഗം നടത്തല്ലേ ഉമ്മ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങളെ കണ്ടത് മുതൽ എൻ്റെ മനസ്സിൽ എന്തോ ഒരു മോനെ, അതെല്ലാവരും പറയുന്ന കാര്യമാണ്. എന്നെ കണ്ട പ്രായം തോന്നില്ല. എനിക്കിപ്പോൾ പേരക്കുട്ടികളായി തുടങ്ങി. എൻ്റെ അജ്മലിന് കുട്ടി ആയി തുടങ്ങുന്നു. പിന്നെ ബുഷിക്ക് പിന്നെ ഉണ്ടാകുന്ന സമയം അയക്കണ്. പക്ഷെ ഇല്ല, ഞാൻ ഇപ്പം എന്ത് ചെയ്യാനാ? ആ കഴിവ് കെട്ടവനല്ലേ. ഓളെ കെട്ടിയത് അറിഞ്ഞില്ല. ഡോക്ടറാന്ന് പറഞ്ഞപ്പോഴേ മറ്റൊന്നും ആലോചിച്ചില്ല. വേഗം അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. കുഴപ്പമൊന്നുമില്ല, കാണാൻ സുന്ദരനാണ്. അൻഷിഫ് പറഞ്ഞിട്ടെന്താ? പിന്നെയെന്ന് വെച്ചാൽ ഓലെ കുറിച്ച് പറഞ്ഞു കേട്ട എന്താന്ന് വെച്ചാൽ അവൻ്റെ ബാപ്പ ചെറുപ്പം മുതലേ മരിച്ചു പോയതാണത്രേ. ഉമ്മ പിന്നെ അവിടെയും ഇവിടെയും പണിയെടുത്തൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് ഈ മകനെ പഠിപ്പിക്കും. മകന് പഠിക്കാൻ മിടുക്കനായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. മകനെ പഠിപ്പിച്ച് വലുതാക്കി. പിന്നെ അതുമല്ല, കുട്ടിക്ക് എൻട്രൻസ് ഓൽക്ക് ഫീസ് ഒന്നായിട്ട് കൊടുത്ത് 50 ലക്ഷം 60 ലക്ഷം കൊടുത്ത് MBBS എടുക്കാനുള്ള യോഗ്യത ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു തള്ള എന്താട്ടി, ശരിക്കും നല്ലോണം അങ്ങോട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ടും പലരോടും കടം വാങ്ങിയിട്ടും അങ്ങനെ കാട്ടിയിട്ടും ഇങ്ങനെ കാട്ടിയിട്ടും മോനെതാ എൻട്രൻസ് പരീക്ഷ അങ്ങോട്ട് എഴുതിപ്പിക്കാൻ വേണ്ടിയുള്ള കോച്ചിങ്ങിന് ഇതിനൊക്കെയാണ് പറഞ്ഞയച്ചു. ഒറ്റ പ്രാവശ്യം എഴുതിയപ്പോൾ തന്നെ കിട്ടിയെന്നാണ് പറഞ്ഞ് കേൾക്കണത്. നല്ല റാങ്കുകാരനുമാണത്രേ. എന്ത് റാങ്ക് ഉണ്ടായിട്ടും എന്താ ഉമ്മ? ശരിയാണ്, റാങ്ക് കുറേ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അല്ല മോനെ, ഈ എങ്ങനെ പഠിച്ചത്? ഞാൻ പഠിച്ചത് ക്യാഷ് കൊടുത്ത് പഠിച്ചതാണ്. അതായത് എൻ്റെ ബാപ്പാൻ്റെ അടുത്ത് പൂത്ത ക്യാഷ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ 50-60 ലക്ഷം കെട്ടി പഠിച്ച MBBS ആണ്. ഓ, ഓനാണെങ്കിൽ എൻട്രൻസ് എഴുതി കിട്ടിയതാണ്. എൻട്രൻസ് അങ്ങനെ ഇങ്ങനെ ആർക്കും കിട്ടൂലല്ലോ മോനെ. ആര് പറഞ്ഞു? അതൊക്കെ കിട്ടും. അല്ലേ, ഇവന് ഒന്നാമത്തെ പ്രൊഫഷനിൽ കിട്ടിയതാണല്ലോ പറയണത്. നല്ല റാങ്കും ഉണ്ട് അത്രേ. പെട്ടെന്ന് +2 കഴിഞ്ഞ് ഉടനെ തന്നെ എന്താട്ടിയോ ഓന് MBBSന് ഉള്ള കോച്ചിങ് 1 വർഷം പോയിട്ടില്ലല്ലോ. ആകെ 1-2 മാസമാണല്ലോ ഓനത് ഓൺലൈനായി പഠിച്ചതാണ് കോച്ചിങ്. അപ്പോഴൊക്കെ കിട്ടിയെന്നാണ് പറയണത്. അല്ലെങ്കിൽ കുറച്ച് വിവരം വിദ്യാഭ്യാസം ഉള്ളവർക്ക് തന്നെ കിട്ടുമായിരിക്കും. എന്നാൽ അത് കേട്ടപ്പോൾ അതാ സിനാൻ്റെ മുഖം വല്ലാതെയായി. ഉമ്മ, അതങ്ങനെയൊന്നുമല്ല, അതൊക്കെ ഒരു ഭാഗ്യം പോലെയാണ്. ഭാഗ്യമോ മോനെ? അത്യാവശ്യം പഠിച്ചെങ്കിൽ തന്നെയല്ലേ കിട്ടുള്ളൂ. പഠിക്കണം. പിന്നെ ഡെയിലി ന്യൂസ് പേപ്പർ കാര്യങ്ങളൊക്കെ വായിച്ച് പൊതു അറിവ് എല്ലാം വേണം. അങ്ങനെ ആകുമ്പോൾ പിന്നെ ക്യാഷൊന്നും ഇല്ലാതെ പഠിക്കാം. അവൻ അങ്ങനെ പഠിച്ചതാണല്ലോ, അങ്ങനെ പഠിച്ചുണ്ടാക്കിയതല്ലേ. ഏതായാലും ഡോക്ടറെ കണ്ടാലൊക്കെ ഒരു 1-1.5 ഡോക്ടർ തന്നെയല്ലേ. സത്യം പറഞ്ഞാൽ അതാ അവനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത് തീരെ അങ്ങോട്ട് പറ്റുന്നില്ല സിനാന്. അതൊക്കെ എന്തുണ്ടായിട്ടും എന്താ, ഡോക്ടർ, ക്യാഷ്, പേഷ്യൻസ്, വലിയ സ്ഥാനം, എന്തുണ്ടായിട്ടുണ്ട്. ഒരു പെണ്ണിനെ സുഖിപ്പിക്കാൻ പറ്റാൻ ഞാൻ പിന്നെ ഇപ്പം എന്താ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ശരിക്കും അത് കേട്ടപ്പോൾ ബുഷിയുടെ ഉമ്മ പറഞ്ഞു, മോൻ പറഞ്ഞതും കാര്യം തന്നെയാണ്. അത് ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് അത്. അതായത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവം തന്നെയാണ്. എത്ര പണവും പണ്ടും പൈസ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഒരു ആണത്തില്ലാത്ത ആൾക്കാർക്ക് ഇനിയിപ്പോൾ എന്തുണ്ടായിട്ട് ഇപ്പം എന്താ, അല്ലേ മോനെ? അതെ, അതാണ് വേണ്ടത് മെയിനായിട്ട്. ഏതൊരു പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്നതും അതാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ഉണ്ടാവും ഒരു ജീവച്ഛവം പോലെ കിടക്കുന്ന ഭർത്താക്കന്മാർ. അവരെ കൊണ്ട് എന്ത്? ഒരു പെണ്ണിന് വേണ്ടതെല്ലാം കൊടുക്കാൻ കഴിയുക എന്നുള്ളതിനാണ് ഒരു ആണിൻ്റെ ഏറ്റവും വലിയ ശക്തി. അതില്ലാത്തവർ പിന്നെ എന്താ? ആ പെണ്ണ് അങ്ങനെ ആയിക്കഴിഞ്ഞ് ഇപ്പോൾ കണ്ടില്ലേ, ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഓരോ ഒളിച്ചോട്ടവും കാര്യങ്ങളും 3 മക്കളെയും കൊണ്ട്. ഞാനും വിചാരിച്ചു മോനെ അതിനെപ്പറ്റി. കാരണം അത് ഒളിച്ചോടേണ്ട കാര്യം ഇപ്പം എന്താ? ഓൾക്കും ഉണ്ടാവില്ല 2-3 മക്കൾ, മൂപ്പർക്കും ഉണ്ടോ 1-2 മക്കൾ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മൂപ്പർക്കും ഉണ്ട് മക്കൾ. അല്ല, ഈ മക്കളും കുട്ടികളൊക്കെ ഉണ്ടായിക്കാണ്ട് എന്തിനാണ് ഇപ്പോൾ ഇവളെ ഒളിച്ചോടുന്നത്? ഉമ്മ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതായത് ഒളിച്ചോടുക എന്നൊക്കെ വെച്ചാൽ മക്കളുണ്ടാകണമെന്ന് ഒരു പണിയില്ല, നിമിഷങ്ങൾ മതി. അതിന് ഒരു പെണ്ണിനെ നല്ല രീതിയിൽ ആ ഒരു ദാമ്പത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നോ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിമിഷങ്ങൾ പോരെ. പക്ഷേ അതൊന്നല്ല. അതെ, ഭർത്താവിൻ്റെ അടുത്തുനിന്ന് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ ഏതൊരു പെണ്ണും തെറ്റിലേക്ക് പോകും. ബുഷി ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ, ബുഷി നിങ്ങളുടെ മകളാണ്. ഞാൻ നിങ്ങളെ മകളായതുകൊണ്ട് പറയല്ല, ബുഷി മകളാണ്. ഓക്കെ, ബുഷി മകളായിട്ട്
എന്താ വീണ്ടും ഷാമിലിനെ വിളിച്ചെത്തിയത്? ഷാമിലിനെ വിളിച്ച് വീണ്ടും അവർ തമ്മിൽ എന്താ വീണ്ടും ഈ ഒരു റിലേഷൻ തുടങ്ങാൻ കാരണം എന്താ? അവൻ്റെ കഴിവുകേട്, വേറൊന്നുമല്ല. അവളെ സുഖിപ്പിക്കാനും അവൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുവാനും അവന് കഴിഞ്ഞില്ല. അത് അവൻ്റെ മോശം കൊണ്ടാണ് ബുഷി വിളിച്ചു വരുത്തിയത്. റൂമിലേക്ക് വരെ വിളിച്ചു വരുത്തിയില്ലേ? എന്നെ എത്ര അവൻ പലവട്ടം പറഞ്ഞിക്കണ്. എന്നാലും കുഴപ്പമില്ല, ബുഷിയെ ഞാനും അഡ്ജസ്റ്റ് ചെയ്തോളാം, എനിക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ 1-2 പ്രാവശ്യം ഷാമിലിൻ്റെ കൂടെ കറങ്ങിയെന്ന് കരുതിയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഞാൻ ശരിക്കും ഉമ്മ കേട്ട് ഞെട്ടി. എൻ്റെ ബുഷി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉമ്മ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെന്തിനാണ് ഇല്ലാതാക്കുന്നത്? അതുകൊണ്ടാണ് അതുപോലത്തെ മരങ്ങോടൻ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാകുമ്പോഴേ വേറെ ആണുങ്ങളെ കാണുമ്പോഴെന്താട്ടും ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തോന്നും, അത് ഇവൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ സുഖം മൂപ്പരെ കൂടെ ജീവിക്കുന്നതാണ്, അയാളുടെ കൂടെ ജീവിച്ചാൽ ഒന്നും കൂടെ എൻ്റെ ജീവിതം ഹാപ്പി ആവുന്നു, അങ്ങനെ തോന്നും. അതേ സെയിം സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ കഴിവുകെട്ട ഭർത്താവ്, ബുഷിക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വരുന്നു. അവളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നു. പക്ഷേ ദാമ്പത്യ ജീവിതത്തിലേക്ക് ചേരുമ്പോൾ ഒരു എന്തൊക്കെയോ പ്രതീക്ഷയോടെ ആയിരിക്കും, അത് കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ എന്തായി തീരും? യെസ്, അതാണ് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പോൾ ബുഷി ആശ്രയിച്ചത് ഷാമിലിനെ. അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ? പിന്നെന്താ, ഞാൻ കണ്ടതല്ല, അതുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി തീർന്നത്. അവനിപ്പോൾ കാണാനേ ഇല്ലല്ലോ, അവനൊക്കെ നാട് വിട്ടു. അവന് കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ നാട് വിട്ടു. അതാണ് സംഭവിച്ചത്, വേറൊന്നുമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചോദിച്ചല്ലോ മക്കളൊക്കെ ഉണ്ടായിട്ടും എന്തിനാ ഒളിച്ചോടുന്നതെന്ന്. അതാണ്, മക്കളുണ്ടാകുന്നുള്ളൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഒരു പെണ്ണിന് എങ്ങനെ അറിയണം, എങ്ങനെ കണ്ടറിയണം, അവളിലേക്ക് എങ്ങനെ എഴുകിച്ചേരണം എന്നുള്ളത് പല ചെക്കന്മാർക്കും അറിയില്ല. അതാണ് സംഭവം. ഡോക്ടർ അൻഷിഫ് ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. വെറുതെ ഒരു ആങ്ങളെയും പെങ്ങളും എങ്ങനെ അതുപോലെയാണ് ബുഷി ഇതുവരെ കഴിഞ്ഞത്. അല്ലെങ്കിൽ അവൾ ഗർഭിണിയാകേണ്ട ടൈമൊക്കെ എപ്പോഴോ കഴിഞ്ഞു. എങ്ങനെയുണ്ട് മോനെ? എനിക്കെല്ലാം കൂടി ഉമ്മ വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതല്ലേ ഞാൻ പറയുന്നത്. അതിൻ്റെ കറക്റ്റ് രീതിയിൽ അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കാനൊക്കെ അതും കേട്ടില്ല. പിന്നെ കുത്തിവെക്കുക എന്നുള്ള സംഭവത്തിന് അതും സമ്മതിച്ചില്ല. പിന്നെ ഇപ്പം ഞാൻ എന്താ പറയുക നിങ്ങളോട്? എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, കാരണം നിങ്ങളൊരു ഉമ്മയാണ്, അവളുടെ ഉമ്മയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, കാരണം എൻ്റെ മരുമകൻ ഇങ്ങനെ ഒരു കഴിവ് കെട്ടവനായല്ലോ എന്നുള്ള രീതിയിൽ. സിനാൻ കൂടെ അൻഷിഫിനെ കഴിവ് കെട്ടവൻ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നു. എന്നാൽ അതല്ല ബുഷി കേൾക്കുന്നു. ബുഷിക്ക് ഒന്നും പറയാൻ അവിടെ അർഹതയില്ല, അവകാശമില്ല. അഥവാ പറഞ്ഞാൽ തന്നെ ഉമ്മ ചിലക്കാതെ അവിടെ ഇരുന്നോ, എനിക്ക് പോൻ്റെ കൂടെ പോകണല്ലേ, അതാ വേണ്ടത്. വിടൂല മോളെ, ഞാൻ പൂതി ഇവിടെ മനസ്സിൽ വെച്ചാളാ. ഇനി ഒരിക്കലും അൻഷിഫിൻ്റെ കൂടെയുള്ള ജീവിതം എനിക്ക് തരൂല. എന്നിട്ട് അൻഷിഫിൻ്റെ കൂടെയുള്ള ജീവിതം, എന്നിട്ട് മറ്റേ ഷാമിലോ ഓൻ്റെ കൂടെ ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ടും ഓനോട് സംസാരിച്ചിട്ടും കറങ്ങിയിട്ടും നടക്കൂല മോളെ. എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ എന്താന്നില്ലേ ഓലിങ്ങനെ. ഉമ്മ ഇനി കൂടുതലൊന്നും പറയണ്ട, ഏകദേശം അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് അവൾ കടന്നു പോയത്. ഉമ്മ, ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നൊരു കാര്യം ഉണ്ടാവും, ഏതൊരാണും ആഗ്രഹിക്കുന്നത്. പക്ഷെ ചില ആണുങ്ങൾ എന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് ഒന്നും ഉണ്ടാവില്ല, തൻ്റെ ഭാര്യയോടൊരു നല്ല വാക്ക് വരെ അവർ പറയൂല. യെസ്, നല്ല വാക്ക് വരെ പറയുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ റൊമാൻറ്റിക്കായിട്ട് എന്തെങ്കിലും സംസാരിക്കുവാനോ. ഇപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞല്ലോ, ഉമ്മ നിങ്ങൾ പഴയതിനേക്കാളും കൂടുതൽ സുന്ദരിയായി വരികയാണല്ലോ എന്നും, നിങ്ങളെ കണ്ടാൽ തോന്നില്ലല്ലോ നിങ്ങൾക്ക് പേരക്കുട്ടികളൊക്കെ ആയിരിക്കണം, ഒരു വലിയ മക്കളൊക്കെ ഉണ്ടെന്ന് ഒരിക്കലും നിങ്ങളെ കണ്ടാൽ തോന്നൂലല്ലോ, നിങ്ങളെപ്പോഴൊരു എന്താ പറയുക, ഒരു 10-20 വയസ്സിൻ്റെ ഒരു മധുര 16-കാരിയുടെ ഒരു കൊഞ്ചലും മുഖവുമാണ് നിങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്തോ ഒരു അട്രാക്ഷൻ എന്നോട് തോന്നില്ലേ? ഈ ഡോക്ടറെ ഒന്ന് പോയിക്കാൻ ഇവിടുന്ന്, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ എന്തായാലും വല്യമ്മക്കാകാൻ നിൽക്കല്ലേ, വലിയ മക്കളൊക്കെ ഇല്ലേ എനിക്ക്, അതിനെക്കുറിച്ചപ്പോൾ ചിന്തിക്കണോ? ഉമ്മ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട് അതിപ്പോൾ കുറച്ച് കൊല്ലായി മോനെ. അപ്പോൾ ഉമ്മാൻ്റെ നല്ല ജീവിതമൊക്കെ എന്തായി തീർന്നു? പാഴായി. ഉമ്മാൻ്റെ നല്ല ജീവിതമാണ് പാഴായി തീർന്നത്. അതായത് നല്ല രീതിയിൽ ജീവിക്കേണ്ട, ഏകദേശം ഒരു 40 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അതൊരു പ്രായമല്ല. 40 വയസ്സ് മുതലാണ് ഒരു സ്ത്രീയുടെ നല്ല ജീവിതം ആരംഭിക്കുന്നത് എന്നാണ് പഠനം. ഞാൻ പഠിച്ചതാണല്ലോ, കുറച്ചൊക്കെ സൈക്യാട്രിസ്റ്റും കാര്യങ്ങളും അതും എനിക്കറിയാലോ. ഉമ്മ, ഞാൻ നിങ്ങളോട് പറയട്ടെ, 40 വയസ്സ് ആകുക എന്ന് വെച്ചാൽ നല്ലൊരു പ്രായമാണ്. പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നത്, അതായത് മക്കളൊക്കെ വലുതായി അവരെയൊക്കെ കല്യാണം കാര്യങ്ങളെ കഴിഞ്ഞ് ഒരു ഫ്രീ ആയിട്ട് നമ്മൾ നിൽക്കേണ്ട സമയമാണ് 40.
അപ്പോൾ ഉമ്മാക്കിപ്പോൾ ഒരു 40, 42, 43 വയസ്സൊക്കെ ആയാലും കൂടിയിട്ട് ഉമ്മാൻ്റെ എൻജോയ്മെൻറ്റിൻ്റെ കാലമാണിത്. അതുകൊണ്ട് ഉമ്മ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം വെറുതെ കളയുന്നത് ശരിയല്ല. മോനെ ഇനിയിപ്പോൾ ഇങ്ങനെയാണ്ട് പോട്ടെ. എൻ്റെ ഇക്കാക്ക മരിച്ചതിൻ്റെ ശേഷം പിന്നെ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഉമ്മ, നിങ്ങളങ്ങനെ തോന്നുക, നിങ്ങളെ മുഖത്ത് നോക്കിയ പ്രായം തോന്നൂല. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ തടി, അതൊക്കെ കാണുമ്പോഴേ ശരിക്കും ഏതൊരാണും ആഗ്രഹിച്ചു പോകുന്ന രീതിയിലാണ് ഉമ്മയുടെ ശരീരഘടന തന്നെ. എന്നാൽ അത് കേട്ട് ഉമ്മ, എൻ്റെ പൊന്നാര ഡോക്ടറെ, ഇതൊക്കെ ഏതാണ്ട് കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ ഇതുവരെ അങ്ങനെയാണ്ട് പോട്ടെ, മരിച്ചോളാം അങ്ങോട്ട്. എൻ്റെ ഉമ്മ, ഞാൻ കാര്യം പറഞ്ഞ ഒന്നുമല്ല, നിങ്ങൾ ഇത്രമാത്രം നിങ്ങളെ വർണ്ണിക്കാൻ വേറൊരു ആണിന് കിട്ടൂല, അതാണ് ഞാൻ പറയുന്നത്. അത്രക്കും നിങ്ങൾ ഭംഗിയുള്ളതാണ്. സത്യം പറഞ്ഞാൽ ബുഷിയേക്കാൾ ഭംഗി നിങ്ങളെ മുഖത്ത് തന്നെ ആ നുണക്കുഴി ഒക്കെ എന്ത് ഭംഗിയാണ് ചിരിക്കുമ്പോൾ കാണാൻ. എന്നാൽ അത് കേട്ട് ഉമ്മ, ഈ മോൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് കേട്ടോ. ഈ വേണ്ടാത്തിനും നിൽക്കല്ലേ. അതിനെന്താ ഉമ്മ ഒരു സ്ത്രീയാണ്, ഞാനൊരു പുരുഷനാണ്. എന്താ ഉമ്മാക്ക് എന്തുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയാം. ഭർത്താവില്ലാതെ ജീവിക്കല്ലേ. ഉമ്മാൻ്റെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ കേൾക്കാൻ എന്താ ഒരാളിവിടെ ഉണ്ടല്ലോ, ഓക്കെ ആയി നിൽക്കുന്നു. എന്താ എൻ്റെ ബോഡി മസിലൊന്നും പോരെ നിങ്ങൾക്ക്? മോനെ, ഈ അതിനെക്കുറിച്ചൊന്നും ഓരോന്നും പറഞ്ഞ് ഞാൻ ചിന്തിക്കല്ലേ. ഞാനിപ്പോൾ ആ ചിന്തയിലല്ല. എൻ്റെ ബുഷിക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം. എൻ്റെ ഉമ്മ, ബുഷിക്ക് കൊടുക്കാമല്ലോ. ബുഷി ഓൾറെഡി എൻ്റെ കൈകളിലുണ്ടല്ലോ അവൾ എനിക്കുള്ളതാണ്, എനിക്ക് മാത്രം. പക്ഷേ ബുഷിയുടെ ഉമ്മയെ കൂടി കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഒന്നുമല്ല, വേറെ രീതി ചിന്തിക്കരുത്, എനിക്കൊരു അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞു. അതെ, ബുഷിയുടെ ഉമ്മ നല്ലൊരു ജീവിതം കൊടുക്കേണ്ട, നല്ല രീതിയിൽ ജീവിക്കേണ്ട ഒരു സ്ത്രീയല്ലേ, പിന്നെ എന്തിനേ വിധവയായി കഴിയുമെന്നുള്ളത്. അല്ല മോനെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ വിധവയായി ജീവിക്കുക, പക്ഷെ എനിക്കെന്താ എന്നെ കെട്ടാനുള്ള വല്ല പ്ലാനും ഉണ്ടോ എന്ന് പറഞ്ഞ് ഉമ്മ ചിരിച്ചു. ഈ കുട്ടീൻ്റെ ഒരു കാര്യം, മോൻ്റെ വർത്താനം കേട്ടിട്ട് എന്നെ കെട്ടാൻ പോണ പോലെയാണ്. അല്ലാ, അതൊക്കെ ഒരു കാലം. അതെ, എൻ്റെ കുട്ടികളെപ്പോൾ ഉള്ള നിന്നെ അങ്ങനെ കൊഞ്ചിച്ചീനും, എപ്പോഴും കൊഞ്ചിക്കാനും അത്രക്കും ഇഷ്ടമായിരുന്നു മൂപ്പർക്ക്. റൊമാൻറ്റിക് ആയിട്ടൊക്കെ നടക്കുകയെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, വേഗം കൊണ്ടുപോയില്ലേ പഠിച്ചോന്. ഉമ്മ, പോയവർ പോട്ടെ, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, ഇവിടെ ബാക്കിയുള്ളവരുണ്ടല്ലോ. ആ മോനെ സിനാനെ, ഏതായാലും എൻ്റെ ബുഷിൻ്റെ കാര്യം ഒന്ന് റെഡിയാക്കട്ടെ. അല്ല, ഡൈവോഴ്സിൻ്റെ നോട്ടീസ് ഇവിടെ ഇനി കൊണ്ടേ കൊടുക്കാണ്ടല്ലോ, വക്കീൽ നോട്ടീസിലേ. ഏതായാലും ഇനിയിപ്പോൾ അൻഷിഫിൻ്റെ കൂടെ വിടൂല. എന്തിനാ ചങ്ങായിൻ്റെ ഒപ്പം വിടുന്ന, എന്തേ ഒരു കാര്യം ഉണ്ടോ? എൻ്റെ കുട്ടിക്കും വേണ്ടേ ജീവിതം ആസ്വദിക്കുക. അൻഷിഫേ, എനിക്ക് സത്യം പറഞ്ഞാൽ അന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. ഏതായാലും എൻ്റെ കുട്ടിക്ക് പറ്റിയ ആൾ ഈ തന്നെയാണ്. പിന്നെ ആ കഴിവ് കെട്ട് കിടക്കണ മറ്റുണ്ടല്ലോ ഓനെ ഇനിയും ഞാൻ കാണാനും പോലും എൻ്റെ മോളെ വിടൂല്ല. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അതാ ഷിഫ വരുന്ന വഴിയാണ്. അവൾ കോളിംഗ് ബെൽ അമർത്താൻ നിന്നപ്പോഴേക്കും സിറ്റ് ഔട്ടിൽ നിന്നാണ് അവരിങ്ങനെ പറഞ്ഞ് ചിരിച്ച് രസിക്കുന്നത്. ഒരു നിമിഷം ബെല്ലടിക്കുവാൻ പോയ അവളുടെ വിരലുകൾ തരിച്ചു നിന്ന് പോയി. വേണ്ട റബ്ബേ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? സത്യം പറഞ്ഞാൽ സിനാൻ ഡോക്ടർ ആണോ അത്? സിനാൻ ഡോക്ടർ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. എനിക്കറിയുന്നില്ല. സിനാൻ ഡോക്ടർ കാറും കാണുന്നുണ്ട്. എന്താ റബ്ബേ ഞാൻ ചെയ്യുക? ഞാൻ ബുഷി ഒന്ന് കാണണമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. ഇപ്പോൾ എനിക്ക് തിരിച്ചു പോകണോ? ഞാൻ ആകെ വഷളായി പോകും. തുറന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയും ആ ഡോക്ടറും കൂടെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ എനിക്കറിയില്ല. ഷിഫ അതാ പിന്മാറുന്നു ആ ഒരു ദൗത്യത്തിൽ നിന്ന്. കാരണം അവൾക്കതിന് കഴിയുമായിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ സീനിയർ ഡോക്ടർ സിനാനി ഇത്രക്കും മോശമായ പ്രവൃത്തികളിലേക്ക് കടക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഏതൊരു ജൂനിയർ സ്റ്റാഫിനും അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടറിനും അത് വല്ലാത്തൊരവസ്ഥയായി മാറും എന്നുള്ളത് അവൾക്ക് തോന്നി. അതെ, അവളുടെ കൈകൾ വിറച്ചു. കോളിംഗ് ബെൽ അടിക്കാൻ നിന്നിരുന്ന ആ വിരലുകൾ അവൾ പിൻവലിച്ചു. സ്റ്റെപ്പിൽ നിന്ന് താഴേക്കിറങ്ങി. എന്തൊരു മോശമാണ് ഇതിപ്പോൾ. ഡോക്ടർ അൻഷിഫ് സാറ് അറിഞ്ഞാൽ എത്രമാത്രം സങ്കടമായിരിക്കും. അതെ, ഭാര്യയുടെ ഉമ്മയുമായും പ്രണയം കലർന്ന ഭാഷയിൽ സംസാരിക്കുന്ന സിനാൻ ഡോക്ടർ ഇത്രക്കും മോശക്കാരനാണെന്നു വിചാരിക്കൂലേ? അതുമല്ല, ഉമ്മയുടെ സ്ഥാനത്തുള്ള ആളുകളോടൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ? റബ്ബേ, എന്താണ് ഈ സിനാൻ ഡോക്ടറുടെ അവസ്ഥകൾ? മൂപ്പർക്ക് ഇതിനെക്കുറിച്ച് പാവം ഒരു പെണ്ണും ഒരു കുട്ടിയുണ്ടല്ലോ അയാൾക്ക്, ആ ഒരു ചിന്ത പോലും ഇല്ലല്ലോ റബ്ബേ. ശരിക്കും ഷിഫ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ ഫോൺ ബെല്ലടിക്കുന്നു. അല്ലാ, ബെല്ലടി കേട്ടാൽ. എന്നാൽ ഷിഫ പെട്ടെന്ന് വീടിൻ്റെ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി നിന്നു. ഹലോ ഷിഫ, എവിടെ? എന്തായി? ബുഷിയെ കണ്ടോ? റയാൻ,
ഞാൻ എന്താ നീ പോയില്ലേ റയ്യാൻ? എനിക്ക് പോകാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലായിരുന്നു. അതെന്താ വീട് വരെ നീ എന്നെയും വിളിച്ചിട്ടല്ല നീ പോകാനിരുന്നത്? ഞാൻ വരാത്ത നന്നായില്ലേ? എന്തു പറ്റി ഷിഫ? റയാൻ, അത് അത് ഞാൻ എന്നാൽ അതാ ഒരാളുടെ ഒഴിബ് മറച്ചു വെച്ചാൽ അള്ളാഹു അവരുടെ 1000 ഒഴിബ് മറച്ചു വെക്കും എന്നുള്ളതാണല്ലോ ഷിഫ പഠിച്ചിട്ടുള്ളത്. നല്ല ദീനിയായ പെൺകുട്ടി ആയതുകൊണ്ട് അവൾക്കതൊരിക്കലും പറയുവാൻ തോന്നിയില്ല. കാരണം എൻ്റെ ഉമ്മയുടെ പ്രായമാണ് ആ ഉമ്മാക്കുള്ളത്. അത് സിനാൻ്റെ ഉമ്മയുടെ പ്രായമാണുള്ളത്. സ്വന്തം ഉമ്മമാരെ കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കാനൊന്നും പാടില്ല. സത്യം എന്താണെന്ന് അറിയില്ലല്ലോ. അതോ ഒരു പക്ഷേ കോഴിയായ സിനാൻ സാറ് അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടുകയാണോ? അറിയുന്നില്ല. എന്നാലും റബ്ബേ, അവരോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് ആകപ്പാടെ തൊലി ഉരിഞ്ഞു പോകുന്നു. ഉമ്മയോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഹലോ ഷിഫ, എന്താ റയാൻ നീ എന്തൊന്നും മിണ്ടാത്തത്? അതെ റയാൻ, എനിക്കെൻ്റെ കൈകാലുകൾ തളരുന്ന പോലെ തോന്നുന്നു. അതെന്താ, ഞാൻ അങ്ങോട്ട് വരണോ? അല്ലോ വേണ്ട. അതെ, ഒരു പക്ഷേ സിനാൻ ഇറങ്ങുന്ന സമയത്ത് റയാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അതൊരു മോശമാകും ഡോക്ടർക്ക് എന്ന് കരുതി, റയാൻ മുതൽ തെറ്റിദ്ധാരണയാവും എന്ന് കരുതി അവൾ ഇത് മറച്ചു വെച്ചു. എന്താ ഷിഫ നീ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല റയാൻ. പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് നീ പോയിട്ട് എന്തായി അറിയാൻ വേണ്ടിയിട്ട്. അല്ല, ബുഷിയുമായി സംസാരിക്കാൻ നിനക്കൊരു ചാൻസ് ഇല്ല റയാൻ, ഞാൻ വന്നോളാം. പിന്നെ എന്താടി നീ അവിടെ വരെ എത്തിയ സ്ഥിതിക്ക് ഒന്ന് പോയി നോക്ക് വേണേ. എന്താ നീ ഇങ്ങനെ? റയാൻ്റെ ആ ഒരു ശബ്ദം അവളുടെ ചെവിയിൽ അലയടിച്ചു. എന്താ പോകുന്നില്ലേ? ചെല്ല്, നീ ഒന്ന് പോയി നോക്ക് വേണേ. ബുഷിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറ. അൻഷിഫ് ഡോക്ടർ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്ന് പറ. നീ ഇങ്ങനെ വിഷമിക്കില്ല. ആ പെണ്ണ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. റയാൻ, എനിക്ക് ഇപ്പോഴങ്ങോട്ട് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. എന്തു പറ്റി? ഒന്നുമില്ല. എന്നാൽ ഞാൻ വിളിക്കാം. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവാ കേട്ടോ. ഓക്കെ, എനിക്കൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എന്നാൽ ഷിഫ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. റബ്ബേ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ. വീണ്ടും ഒന്നുകൂടി പോയി നോക്കണോ? വേണ്ട. സിനാൻ സാറാണെങ്കിൽ ഇടങ്ങുന്നില്ല. അതിനകത്ത് സാറിൻ്റെ ശബ്ദം തന്നെയാണ് കേൾക്കുന്നത്. അതെ, ആ കാറ് സാറിൻ്റെയാണ്. സാറിൻ്റെ ചെരുപ്പ് ഷൂ അവിടെയുണ്ട്. എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്താ പഠിച്ചോനെ, എനിക്ക് ഉമ്മ ഇത്രയ്ക്ക് മോശക്കാരിയാണോ? എന്നാൽ ഈ സമയം അതാ വീണ്ടും അതിനകത്ത് നിന്ന് ബുഷിയുടെ ശബ്ദം കേൾക്കുന്നു. ഉമ്മ, മതി മതി. സാറേ, നിങ്ങൾക്ക് പോകാനായിട്ടില്ലേ? ഞാൻ പോകുകയോ? എൻ്റെ പെണ്ണെ ബുഷി, എനിക്ക് നിന്നെ കിട്ടിയത് തന്നെ വലിയൊരു കിട്ടലാണ്. ഞാൻ ആഗ്രഹിച്ചതാണ് ആദ്യം മുതൽ. നീ സിസ്റ്ററായി കയറി വന്നപ്പോൾ മുതൽ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു നിന്നെ. ഒത്തിരി. നിൻ്റെ കണ്ണും നിൻ്റെ മൂക്കും നിൻ്റെ മുഖമൊക്കെ കാണുമ്പോഴേ ആരാ പെണ്ണതിൽ വീഴാതിരിക്കുക? സാർ, അനാവശ്യം പറയരുത്. ബുഷി ഉറക്കെ പറയുന്നു. ഇല്ല, ഞാൻ അനാവശ്യം പറയില്ല. നീ എനിക്കുള്ളതാണ്. എൻ്റെ കുട്ടിയാണ് നീ. നിന്നെ ഞാൻ നിക്കാഹ് കഴിച്ച് ആ മഹർമാല നിൻ്റെ നെഞ്ചത്തങ്ങ് കയറി കിടക്കുമ്പോഴേ അതിനൊരു സുഖം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആ കഴിവ് കെട്ട അൻഷിഫിനെ തന്നെ നിനക്ക് വേണമെന്ന് വെച്ച് വാശി പിടിച്ചാലേ നടക്കില്ല മോളെ. അവനിപ്പോൾ പരലോകത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ്. ഏത് നിമിഷവും അവനിവിടുന്ന് കഴിച്ചിലാവും. പിന്നെ നീ വിധവയായി കഴിയാനാണോ നിൻ്റെ പ്ലാനിങ്? അതെ സാർ, ആയിക്കോട്ടെ. വിധവയായാലും ഞാൻ കഴിഞ്ഞോളാം. എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു സ്ഥാനത്ത്. എന്താ, എൻ്റെ അൻഷിഫ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. നിങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ എടി ബുഷി മോളെ, എന്താ മോളെ ജി പറയണത്? ഒന്നുമില്ല, ഡോക്ടർ അല്ലത്, എന്നെ കെട്ടാൻ പോണ ചെക്കനുമാണ്. ഓനോട് ഇങ്ങനെ നിങ്ങൾ പറയാൻ പാടുണ്ടോ ഉമ്മ? അതെ, ഈ ബുഷി പലതും കേൾക്കുന്നുണ്ട് ഇവിടുന്ന്. എനിക്ക് ചെവിയില്ലായിരിക്കുന്നില്ല നിങ്ങളെ സംഭാഷണങ്ങളും നിങ്ങളെ കാട്ടിക്കൂട്ടലുകളൊക്കെ. പിന്നെ ഇങ്ങോട്ട് കേട്ടിട്ട് വലിയ ഞാനും ഒരു പെണ്ണാണേ. എൻ്റെ ബാപ്പി എന്നോ മരിച്ചു പോയിക്കണേ. അപ്പോൾ എന്നോട് ഒന്ന് നല്ല സമാധാനിപ്പിക്കാൻ വേണ്ടിക്കാണ്ട് സിനാൻ 2 വാക്ക് പറഞ്ഞു വെച്ചാൽ ഇത്ര വലിയ തെറ്റാത് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഉമ്മ സൗന്ദര്യവതി, ഉമ്മ മറ്റേത്, ഉമ്മ തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഡോക്ടർ സിനാൻ എന്തിനാ എൻ്റെ ഉമ്മാനെങ്ങനെ വഴി പഴിപ്പിക്കാൻ നിങ്ങൾ വരുന്നത്? ബുഷി, വേണ്ട.
നീ കൂടുതലായിട്ട് ചിലക്കണ്ട കേട്ടോ. നീ കൂടുതലായിട്ട് ചിലക്കാൻ പാടില്ലല്ലോ വേണേ. നിൻ്റെ കെട്ടിയോനെ അവിടെ കാത്തിരിക്കുകയാണ് പരലോകത്തേക്ക്. അതിൻ്റെ 16 അടിയന്തരത്തിൻ്റെ ഭക്ഷണം കുറച്ച് നിനക്ക് ഞാൻ വാരിത്തരും. അപ്പോഴേക്കും നമ്മുടെ നിക്കാഹും കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ നടക്കൂലേ? ചി, അനാവശ്യം പറയുന്നോടാ മോളെ. ബുഷിച്ച് ആരോടെ സംസാരിക്കണത്? ഉമ്മ, അവർ കേൾക്കുന്നില്ല നിങ്ങളെ? ശരിക്കും ബുഷി പൊട്ടിത്തെറിക്കുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം അതാ പുറത്തേക്ക് കേൾക്കുന്നു. ഒരു നിമിഷം ഷിഫ ഞെട്ടിത്തരിക്കുകയായിരുന്നു. ഇല്ല റബ്ബേ, ഞാൻ ഇതിലേക്ക് കയറി ചെന്നാൽ ഉറപ്പാണ് വലിയൊരു പ്രശ്നം ഉണ്ടായിത്തീരും. പഠിച്ചോൻ, ഇങ്ങനെയൊക്കെയാണോ ഇവിടെ നടക്കുന്നത്? ബുഷി പറയുന്നു. അതെ, എൻ്റെ ഭർത്താവ് മരിച്ചാലും അതൊരിക്കലും മരണമായിരിക്കില്ല, നിങ്ങൾ കൊന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ഭർത്താവിന് എന്തൊക്കെയോ മെഡിസിൻസ് കൊല്ലുന്നുണ്ട്. എന്തിനാ പാവത്തിന് അങ്ങനെ ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭർത്താവ് അദ്ദേഹമാണ്. മരണം വരെ അദ്ദേഹത്തോടെ കൂടെ തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതൊരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ കുറ്റമോ കുറവോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എനിക്ക് വന്നത്. ഉമ്മ പറഞ്ഞു, എനിക്ക് ഇന്നാളെ അമ്മായിയാളൊക്കെ വന്നപ്പോൾ ഒന്ന് പറഞ്ഞുകൂടെയിരുന്നോ? ആ ചങ്ങായിനെ കൊണ്ട് ഒരു കഴിവുമില്ലാന്ന് അങ്ങനെ അപ്പം തന്നെ കൂട്ടിക്കൊണ്ടുവരൂലേ? ഉമ്മ, എന്തിന്? പഠിച്ച റബ്ബ്, എനിക്ക് വിധിച്ച ഭർത്താവ് അതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജീവിക്കും. ആ കഴിവ് കെട്ടവൻ്റെ കൂടെയാണ് ജീവിച്ചതെങ്കിൽ കുട്ടികളും മക്കളും പെറ്റ് കൂട്ടിക്കാരം. എന്നാൽ ബുഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു നിമിഷം അവൾ അവളുടെ വയറിൽ കൈവച്ചു. റബ്ബേ, ഉമ്മ പറയുന്നത്. പക്ഷെ എൻ്റെ അൻഷിഫ്. അതെ, അവൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. എന്താടി? കുട്ടികളും മക്കളും പെറ്റുകൂട്ടാൻ ഓൻ്റെ അടുത്തേക്ക് ഇനി പോകണം. കൊന്തഞ്ച് പെറും നോയിക്കോ. എന്താന്നില്ലേ, ഒരു കഴിവുമില്ല. ഓനിപ്പം അങ്ങനെ വെറുതെ നടന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? നല്ല മട്ടത്തിന് എനിക്കൊന്ന് നിന്നൂടെ? ഇത്രയും ഒരു ചൊങ്കനായ ഡോക്ടർ ഇവിടെ എന്നെ കെട്ടാൻ കാത്തിക്കണ്. ഡോക്ടറാണ് പോലും. അത് എല്ലാവരെയും വഴിപിഴപ്പിച്ച്. എന്നെക്കുറിച്ച് അനാവശ്യം സംസാരിച്ചാലുണ്ടല്ലോ, അടിച്ച് ഞാൻ നിൻ്റെ ചെണ്ണ ഞാൻ പൊട്ടിക്കും, കരുതിക്കോ. ഷേപ്പ് ചെയ്യാൻ മാറ്റും. അങ്ങനെ പറയും ഡോക്ടറെ. ഓളോട് കുറച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കി. എന്താന്നില്ലേ, ഓള് നിലത്തൊന്നല്ല. ഓൾക്ക് എൻഷിഫ് അരച്ചിക്കാണ്ട് ഓള് കൊഞ്ചാണ്. എന്താന്നില്ലേ എപ്പോഴും അത്. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ആ തള്ള ഉണ്ടാവും അവിടെ. തള്ള എങ്ങനെയൊക്കെ അവിടെയും ഇവിടെയും നടന്ന് പാത്രം കഴുകി പൈസ ഉണ്ടാക്കി പഠിപ്പിച്ചുണ്ടാക്കിയൊരു ഡോക്ടറാക്കിയേക്കണ്. അതിനിപ്പോൾ ഓൾക്ക് അതിനെ തന്നെ വേണം. ഉമ്മ, എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ഹലാലായ പുരുഷൻ എൻ്റെ അൻഷിഫ്കയാണ്, അല്ലാതൊരിക്കലും സിനാനല്ല. എടി, സിനാന ഹലാലാക്കി തരുമോ? ഇജിപ്പോൾ അത്ര ദീനിയൊന്നും ആകണ്ട. പിന്നെ ദീനിയായിട്ടാണല്ലോ ഓളിങ്ങനെ കണ്ണി കണ്ട ആൾക്കാർക്ക് ഫോണും വിളിച്ച് നടക്കുന്നത്. ഒരു ഷാമിലുണ്ട്, ഏത് നേരവും ഓനക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഓനെ വിളിച്ചുകൊണ്ട്. ഉമ്മ, ഒരിക്കൽ പോലും ഷാമിലിനോട് ഞാൻ അനാവശ്യമായി ഒന്നും പറഞ്ഞതല്ല. അതെ, എൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞെന്ന് മാത്രം. എന്ത് കാര്യങ്ങൾ? എൻ്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളായിരിക്കും അല്ലേ? പറഞ്ഞോ. പക്ഷെ ഇനി നടക്കൂല. ഇനി ഒരു ഷാമിലും വേണ്ട, ഒരു അൻഷിഫും വേണ്ട. ഇനി ഈ സിനാനെ. ഉമ്മ അവൻ്റെ കൈകൾ പിടിച്ചു. ഒരു നിമിഷം അതാ ബുഷിക്ക് ദേഷ്യം പിടിച്ചു. ഉമ്മ, കണ്ട തള്ളാരെയും എല്ലാവരെയും വെച്ച് പൊറപ്പിക്കുന്ന ഈ സിനാനെയാണോ ഞാൻ വിവാഹം കഴിക്കണമെന്ന് പറയുന്നത്? എന്നാൽ അതാ സിനാൻ്റെ കൈകൾ തെരിച്ചു. അവൻ കൈ വിറച്ചുകൊണ്ട് നേരെ മകളുടെ അടുത്തേക്ക്. എന്താണ് നീ പറയുന്നത്? എന്നെക്കുറിച്ച് അനാവശ്യം പറയുന്നു. കൊടുക്കടാ, നല്ലോണം കൊടുക്ക്. മുഖം അടക്കി കൊടുക്ക്. വേണ്ട. വേണ്ട. എന്താ നിനക്ക് എന്തിൻ്റെ കേടാ? നീ എന്താടാ എന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞത്? ഞാൻ ആരാണ് നിൻ്റെ വിചാരം? ഞാനേ അത്രക്കും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഹോണറാണ് ഞാൻ. എന്നെക്കുറിച്ച് അനാവശ്യം പറയുന്നു നീ? എല്ലാവരും എന്നെ താഴ്ന്നു കൂടി നിൽക്കുന്ന സമയത്ത് നീ എന്താ പറഞ്ഞത്? കണ്ട ആളുകളുടെയൊക്കെ കൂടെ പോകുന്ന ഇടീ, എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. നിൻ്റെ ഭർത്താവിനെ ആ ഒരു എണീക്കാത്ത രീതിയിൽ ഞാൻ ഇഞ്ചക്ഷൻ വെച്ച് അവിടെ കിടത്തിക്കണേ. ഒരുപാട് മെഡിസിൻസ് കുത്തിക്കയറ്റി. അതുപോലെ നിന്നെ ഇവിടെ തളർത്തി കിടത്ത് എനിക്ക് അറിയായിട്ടൊന്നല്ല. കൊടുക്ക് സാറേ, നല്ലോണം കൊടുക്ക്. എന്താന്നില്ലേ അവളെ നില? അതേ, നിനക്ക് നീ വേണമെന്നില്ല. നിൻ്റെ തള്ളൻ്റെ ഇവിടെ. തള്ളയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു പെണ്ണായാൽ മതി. ശരിക്കും അതാ സിനാൻ്റെ വാക്കുകൾ കേട്ട ബുഷി തകർന്നു പോയി. അതെ, അയാളുടെ ഉദ്ദേശം അതൊക്കെ തന്നെയാണ്. ശരിക്കും അവൾക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി റബ്ബേ. ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ. എനിക്കിവിടെ നിൽക്കണ്ടല്ല, എന്നെ കൊണ്ടുപോയിക്കോ. എന്തിനാണ് എന്നെങ്ങനെ ശിക്ഷിക്കുന്നത്?
അവൾ ഉമ്മയുടെ നേരെ നോക്കി. എന്തായി കണ്ടോ, സിനാൻ ഡോക്ടർക്ക് അന്ന് മാത്രം പോരാ, എന്നെയും കിട്ടിയാലും കല്യാണം കഴിക്കുന്നാ പറഞ്ഞത്, മനസ്സിലായോ? നേർക്കും നല്ല രീതിയിൽ നിന്നോ, എന്നാൽ അന്നെ കെട്ടിയോൻ ജീവിച്ചോളും. പിന്നെ ആരില്ലാത്ത അവസ്ഥയാവും നിനക്ക്, പറഞ്ഞില്ലെന്ന് വേണ്ട. അജ്മലും പെണ്ണുങ്ങളും അജ്മൽ അറബിച്ചിനെയും കെട്ടിക്കാണ്ട് അവിടെ ജീവിക്കുകയാണ്. ഓലജ് കാക്കൊന്നും വേണ്ട. എന്താന്നില്ലേ. എന്നാൽ ബുഷി തകർന്നു പോവുകയായിരുന്നു. അവൾക്ക് ഉമ്മ പോലും അങ്ങനെ അവന് സപ്പോർട്ടായി നിന്നപ്പോൾ അവൾക്ക് തോന്നി, ഇല്ല, ഈ ജീവിതം അത്ര നല്ലതല്ലെന്ന്. അവൾക്ക് ഓരോന്ന് തോന്നുകയാണ് മനസ്സിൽ. പഠിച്ചവനെ, എന്നെ അങ്ങ് കൊണ്ടുപോയിക്കൂടല്ല. എന്തിനാണ് ഇവരിടയിൽ എന്നെ ഇടുന്നത്? എനിക്ക് കഴിയുന്നില്ലല്ല, എന്നെ കൊണ്ടാവുന്നില്ല പഠിച്ചവനെ. എൻ്റെ ഉമ്മയും സിനാനും ചേർന്ന് എന്നെ മോശമായ രീതിയിൽ അല്ല. അതെ, സിനാൻ്റെ ആ ഒരു കൈകൾ അവളുടെ കവിളിൽ പതിച്ച് അത് കവിളാകെ ചുവന്ന് വേദനിച്ചിട്ടുണ്ട്. ആകപ്പാടെ വീങ്ങിയിട്ടുണ്ട്. ചുണ്ടടക്കം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ചുണ്ടിൽ നിന്ന് രക്തം വരുന്നു. അവൾ തൊട്ട് നോക്കി. എന്താ ബ്ലഡ് വരുന്നുണ്ടല്ലേ? ആ ബ്ലഡ് കലക്കി ഞാൻ തരും നിനക്ക് കുടിക്കാനേ. ഇനി എങ്ങനെ നീ അനാവശ്യം എൻ്റെ പേരിൽ പറഞ്ഞിട്ടുണ്ടേ കാണിച്ചു തരാം. സിനാൻ അത്രക്കും പ്രകോപിതനായി അതാ അവളോട് സംസാരിക്കുന്നു. ഉമ്മാക്കും തന്നെ അങ്ങനെ തട്ടുത്തരം പറയാൻ പാടില്ല. ഒന്നുമില്ല, എൻ്റെ മൂത്തതല്ല ഓനെ. എന്തൊക്കെ ഞാൻ ആവശ്യം ഓനെ കൊണ്ട് പറഞ്ഞത്? ഉമ്മാൻ്റെ ഒപ്പം എന്തൊക്കെ പറഞ്ഞു? അങ്ങനെ പറയാൻ പാടുണ്ടോ? എനിക്കറിയില്ല അതൊന്നും. ഓൻ എൻ്റെ ഒപ്പം വന്ന് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഇത്ര വലിയ തെറ്റുള്ള കാര്യമാണ്. ഓൻ എന്നോട് സംസാരിക്കുന്ന എന്താ ഓരോ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, അല്ലാതെ ഒരിക്കൽ പോലും വേണ്ടാത്ത രീതിയിൽ ഒന്നും ഓനോട് പറഞ്ഞിട്ടില്ല. ഓനോട് നല്ല കാര്യങ്ങൾ. എൻ്റെ ബാപ്പ മരിച്ചതിന് ശേഷം ഇത്ര ആശ്വാസത്തോടൊരു വാക്യം കേട്ടിട്ടില്ല അവനിൽ നിന്നല്ലാതെ. അല്ല പിന്നെ എന്താന്നില്ലേ, നിനക്ക് എന്തിൻ്റെ കേട്? അങ്ങനെ പറയാൻ പാടുണ്ടോ ഉമ്മാരെ കൊണ്ടും ഡോക്ടർമാരെ കൊണ്ടൊക്കെ? ഇതങ്ങനെ അജ്മൽ അറിഞ്ഞാലേ തല്ലി കൊല്ലലായിരിക്കും നിന്നെ, ഓൻ്റെ ഉമ്മാനെ കൊണ്ട് വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ഉമ്മയല്ലല്ലോ പറഞ്ഞത്. ഉമ്മയല്ല പിന്നെ തള്ളാന്ന് പറഞ്ഞ ചിന്നല്ലേ പറഞ്ഞത്. ശരിക്കും അതാ നല്ല രീതിയിൽ ആ ഉമ്മയും അവളെ വളരെയധികം ഉപദ്രവിക്കുന്നു. അതെ, നല്ല തല്ലിൻ്റെ കുറവാണ് എനിക്ക്. തലി കയറ്റിച്ച് ഒരു മുള അരച്ചുകൊണ്ട് ആങ്ങൾക്ക് എൻ്റെ ബുഷീന്ന് വെച്ച തലയിലാണ് നെറൂലാണ് കയറ്റിയേക്കും. ഇപ്പം എന്തായി, മോളെ സ്വഭാവം ഇതാണ്. ഇപ്പം എന്തൊക്കെയാ അനാവശ്യം വിളിച്ചിരുന്നത്? ആങ്ങളൊന്ന് അറിയട്ടെ പെങ്ങളെ സ്വഭാവം ഒന്ന്. ഇപ്പം തന്നെ ഞാൻ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടോ അവനോട്. എന്തൊക്കെയാണ് അനാവശ്യം പറഞ്ഞത്? വല്ലാതെ മോങ്ങിയിട്ട് വല്ല കാര്യം മോങ്ങിയിട്ട് ഉള്ളിങ്ങിട്ട്. എന്താ ഇപ്പം മനസ്സിലായി എന്താന്നില്ലേ? അന്നൊക്കെ തീറ്റി പോയിട്ട് ഇന്നെ വേണം പറയാൻ. ഞാൻ ബുഷി അച്ചകണം മരിക്കും ഇങ്ങോട്ട്. ഇപ്പോൾ ഓൾ എൻ്റെ നേർക്കാണ്. സിനാൻ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഞാൻ പറട്ടെ, എൻ്റെ ആങ്ങളോട് ഞാൻ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞോളാം എന്താന്നില്ലേ. എന്നാൽ സിനാൻ പെട്ടെന്ന്, വേണ്ട, ഇനി അവനും ഇങ്ങോട്ട് വരുത്താൻ നിൽക്കണ്ട, അവനോട് നിൽക്കുന്നോട് തിന്നോട്ടെ, ആരെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ഇങ്ങനൊരു പെങ്ങളെ നോക്കാൻ വരുന്നേക്കാളും നല്ലത് അവിടെ നിൽക്കുന്നല്ലേ. എന്നാൽ സിനാൻ അതിനിടയിൽ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞങ്ങ് വളച്ചൊടിച്ചു. ഒരു പക്ഷേ അജ്മൽ വന്നാൽ കള്ളികളെല്ലാം പുറത്തായി കഴിഞ്ഞാൽ ആകെ പെട്ടുപോകുന്ന അവസ്ഥയായിരിക്കും എന്ന് അവൻക്ക് അറിയാമായിരുന്നു. എന്താന്നില്ലേ അവൾക്ക് എന്നോടാ കളി. കളിച്ച് നീ ഡോക്ടറോട് കളിക്കുന്നുണ്ട്. ഒരു വെറും സിസ്റ്ററായ നീയെ ഡോക്ടറായാലേ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ വെറും തറയാവരുത്. എന്താടി നീ പറയുന്നത്? വീണ്ടും എൻ്റെ നേർക്ക് നീ വരുന്നോ? ആരടി തറ? അതെ, സാറ് തന്നെയാണ് തറ. വെറും അടിത്തറയാണ് നിങ്ങൾ, അടിത്തറ. അതെ, ബുഷി ഉള്ള ശക്തിയെടുത്ത് അതാ പറയുന്നു. എന്നാൽ അതാ അവളുടെ ആ മനോഹരമായ മുടിക്കെട്ടുകൾ പിടിച്ച് സിനാൻ അവളെ തള്ളിയിടുന്നു ആ ചുമരിലേക്ക്. ബുഷിയെ, എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാനമര്യാദയിൽ നിന്നോന്നുള്ളത്. ഇജ്ജ് വെറുതെ ഓനോട് കളിക്കാൻ നിൽക്കണ്ട. എന്നെ കെട്ടാൻ പോണ ചെക്കനാണിത്, ഇജ്ജ് മറക്കണ്ട. ഉമ്മ വരി. അതെ, ആ ഡൈവേഴ്സ് നോട്ടീസിലൊക്കെ ഒപ്പിട്ട് സൈൻ ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് അത് ഞാൻ ചെയ്യിപ്പിച്ചോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ കോടതിയിലൊക്കെ ഉണ്ട്, അവനോടൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ട് പെട്ടെന്ന് ഇതങ്ങോട്ട് ഇവളെൻ്റെ കൈക്കലാക്കണം. ഇവളെ ഞാൻ പിടിച്ച് വെച്ച് ഒന്നും ചെയ്യണ്ടല്ലോ, നിക്കാഹ് വെച്ചാൽ പോരെ, നോ പ്രോബ്ലം. പിന്നെ എന്ത് വേണം അവൾക്ക്? ആ മഹർ ഞാൻ ബലമായിട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അത് എന്തായാലും അവളെൻ്റെ ഭാര്യയായിട്ട് രേഖകളിലും വേണം, അതുള്ളൂ. അതിപ്പോൾ കല്യാണം ഒരുപാട് നടത്തണമെന്നോ നിക്കാഹ് നടത്തണമെന്നോ അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ രേഖകളിൽ എൻ്റെ ശരിക്ക് നമ്മുടെ ഈ നിയമാനുസൃതം മതി, അല്ലാതെ വേറൊന്നും വേണ്ട. കാര്യങ്ങൾ അതാ അതിലേക്ക് നീങ്ങുന്നു. ബുഷിയുടെ ഉമ്മ പറഞ്ഞാൽ മോനെ വേഗം ചെയ്തൂട്, ആ പെണ്ണിന് വിശ്വസിക്കാൻ പറ്റില്ല, ഓടിപ്പോവും ചെയ്യും. റബ്ബേ എന്തൊരു ഇടങ്ങാറാണ്. ഉമ്മ വലിയൊരു താഴിട്ടാണ് പൂട്ടിക്കളി. വാതിൽ വിളിക്കാനൊന്നും അവൾക്ക് കഴിയൂരല്ലോ. പിന്നെ
റൂമിൻ്റെ ഉള്ളിൽ വല്ല ബ്ലേഡോ കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറോ എന്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ ഒന്നിനും മടിക്കൂല, ജീവൻ കളയാനും മടിക്കൂല. അങ്ങനെ വിട്ടാൽ പറ്റില്ല അവരെ. എന്തായാലും ഇന്ന് ഞാൻ ഡൈവോഴ്സ് നോട്ടീസിൽ ഒപ്പിടയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അൻഷുവിൻ്റെ അടുത്തേക്ക് പോട്ടെ. അവൻ്റെ വിരലൊപ്പ് ഉണ്ടായാൽ മതി, വിരലടയാളം അത് മതി. ഓക്കെ, അവൻ അബോധാവസ്ഥയിലായിരിക്കും. എന്നാൽ അതെല്ലാം കേട്ട് നമ്മുടെ ഷിഫ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അവൾക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. അവൾ ഈ ഒരു സ്വകാര്യം പറച്ചിൽ, എന്നാൽ അവസാനത്തെ ആ വാക്കുകൾക്ക് അവൾ കേൾക്കാൻ കഴിഞ്ഞില്ല. അത് പതുക്കെയായിരുന്നു പറഞ്ഞത്. അതായത് അൻഷിഫിനെ കൊണ്ട് ഡൈവോഴ്സ് നോട്ടീസിൽ ഒപ്പിടിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെയായൊരു സംഭവം എളുപ്പമായി എന്നുള്ളത്. പക്ഷേ അവസാന ഭാഗം അവൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അവൾ ആ ഗേറ്റിൻ്റെ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് നീങ്ങി നിന്നിരുന്നു, എല്ലാം പേടിച്ച്. പഠിച്ചോനെ, എന്തൊക്കെയാണ് എനിക്ക് അറിയുന്നില്ല. എന്നാൽ ആ നിമിഷം തന്നെ ഷിഫ അതാ കാർ ഓടിച്ചുകൊണ്ട് നേരെ ഡോക്ടർ റയാൻ്റെ അരികിലേക്ക് കുതിച്ചു പോകുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.